ഈ പൊടിമണ്ണിനകത്ത് പോയി ഇന്നലെ വാങ്ങിച്ചതേ ഉള്ളൂ. ഒന്നും പറയണ്ട, അതിവിശാലമായ ഒരു പാർക്ക്. പക്ഷെ എവിടെയാണ് ടിക്കറ്റ് എടുക്കണമെന്ന് അറിയില്ല. ഇവിടെ എങ്ങും ഇതിലൊക്കെ വണ്ടി പായുന്നുണ്ട്. എവിടെയാണ് കൗണ്ടർ എന്ന് അറിയത്തില്ല. ഇനി ടിക്കറ്റ് എടുക്കാൻ നടക്കണമെന്നും പറഞ്ഞ് പിടിക്കപ്പെടുമോന്നും അറിയില്ല. ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്. വിളിച്ച് അയ്യോ നനച്ചിട്ടിരിക്കുക, ചെളി. പൊളി. വീണ്ടും പറയുന്നു വണ്ടിയില്ലാതെ ആരും വരരുത്. അവിടെ 2 ആന നിൽക്കുന്നു. ആന അനങ്ങുകയില്ല, അതുകൊണ്ട് അവിടെ നിന്നോട്ടെ. ഇത് വിളിച്ചോണ്ട് പോകാം. വിശാലമായ പാർക്കിങ്ങും കൂടെ കേട്ടോ. പക്ഷെ ഇന്ന് വീക്കെൻഡ് അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഒന്നും ആരും ഇല്ലാത്ത. എല്ലാവരും ഡ്യൂട്ടിക്ക് പോലും തിങ്കളാഴ്ചയില്ലേ. വീക്കെൻഡിനൊക്കെ ഇവിടെ ഫുള്ളായിരിക്കും. എന്തായാലും കൗണ്ടർ ഇവിടെയാണ് പോയിട്ട് അപ്പം ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ പണി കിട്ടും. ഒന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഇതിലൂടെ ഒരു ബസ് പോയി ഈ റോഡ് വഴി. ഇത് ആർടിയുടെ പബ്ലിക് റോഡാണ്. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ സെർച്ച് ചെയ്ത് നോക്കുന്നു പറഞ്ഞിട്ട് കേട്ടില്ല. വാവ്, ഒന്നും പറയാനില്ല. ഭയങ്കര ക്യൂട്ടായിട്ടാ കാണാനായിട്ട്, നല്ല ഭംഗി. പക്ഷെ ഇതിൻ്റെ എൻട്രൻസ് കണ്ടുപിടിക്കണടി. ആ പുള്ളി പറഞ്ഞ മുകളിലോട്ടാണെന്ന് പറയാം. എനിവേ മുകളിലോട്ട് കിടക്കാം. നല്ല തണലുണ്ട് കേട്ടോ. നിറയെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരുന്നുണ്ട്. രസമാണ്. പക്ഷെ ഇതിൽ പോയ ബസ് നമ്പർ ഏതാന്ന് പിടികിട്ടിയില്ല. അത് എവിടെ നിന്നുള്ളതാണ്? നമ്മുടെ നാട്ടിൽ കാണാറില്ല. ഓവർസീസ് പുല്ലില്ലേ, ഓക്കെ. നാട്ടിൽ കാണാറില്ലെന്ന് പറയാൻ പറ്റില്ല. ഇത് തെരുവപ്പുല്ലല്ല. തെരുവപ്പുല്ലിൻ്റെ ഓല ഇങ്ങനെയല്ല. തെരുവപ്പുല്ലിൻ്റെ ഒക്കെ ഒരു മണമാണ്. ഇതെന്താ സാധനം എന്നറിയാം? ഇതാണ് റോസ്മേരി. പൊന്നി റോസ്മേരി. ഇതാണ് നീ പറയാറില്ലേ, തലമുടിക്ക് നല്ലതാണ്. റോസ്മേരി പറിക്കരുത്. ബാ കൊന്നുകളെ അവിടെ. ഇതിവിടെ നിറച്ചുണ്ട് റോസ്മേരി. ഇതാ കാണുന്ന റോസ്മേരി നിറയുണ്ടോ? ഞങ്ങള് അങ്ങനെ എല്ലാം പറഞ്ഞു. 3 മണിയായി. 6 മണിക്ക് ക്ലോസ് ചെയ്യും. 9 മണിക്ക് വരണമെന്ന് പറയും. വാ, ഇതുണ്ട്. ഇതിൻ്റെ പൊന്നു രക്ഷയില്ല. പരവതാനി വിരിച്ച മാതിരി കൊള്ളാം. നല്ല രസമുണ്ട്. ഒരിടത്തും ഒരു വെറൈറ്റി പോലെ തോന്നുന്നു അല്ലേ? നമ്മൾ അധികം അങ്ങനെ ഒരിടത്തും കാണാത്തൊരു വെറൈറ്റി ബോഗൺവില്ല. ഇതൊരു വെറൈറ്റി. ഇതുണ്ട്. ഇതിനകത്തുള്ള ആ വെളുത്ത പൂവ് അധികം അങ്ങനെ കണ്ടിട്ടില്ലാത്ത ബോഗൺവില്ല. ഞങ്ങൾ പണ്ട് പറയും കടലാസ് പുഷ്പം. ഫൈനലി ഞങ്ങൾ ഏറ്റവും മുകളിലെത്തി. ഇത് എതിലേക്കോ പബ്ലിക് വേ ആയിട്ട് ഫണ്ണാൻസ്. ഓക്കെ, എനിക്ക് തോന്നുന്നത് അവിടെയാണെന്ന് തോന്നുന്നു എൻട്രൻസ്. മുകളിൽ വന്നപ്പോൾ അത് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇത്രയും നേരം ഒരു മനുഷ്യനെ കണ്ടില്ല. ആകെ ഒരു സ്റ്റാഫിനെല്ലാണ്ട്. അതിവിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ. അവിടെയൊക്കെ ഇതാ കുട്ടികളായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇതെവിടെയാണ് ടിക്കറ്റ് എടുക്കേണ്ടതെന്ന്? പൊന്നച്ച, ടിക്കറ്റ് എടുക്കാതെ കയറിയ പണി കിട്ടും കേട്ടോ. എവിടെയാ എൻട്രൻസ്? അപ്പോ ഇപ്പൊ ഇത് ഉള്ളല്ലേ, ഇത് പുറത്താണ് ഈ നടക്കണേ. ശരി, അതാണ്ട് നമ്മൾ പുറത്തൂടെ കറങ്ങി നടക്കണേ.
ഫൈനൽ ഇതാ എൻട്രൻസ് കണ്ടു. അവിടെയാണ് എൻട്രൻസ്. ഇവിടെ ടാക്സിയും കിട്ടും കേട്ടോ. ടാക്സി കിടപ്പുണ്ട്. എന്നിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ. അടുത്തു. അപ്പോൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. ഈ കണ്ടത് ഞങ്ങൾ ആ ബസ് ഇറങ്ങിയപ്പോൾ അവിടെ ഒന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു മലയുടെ മുകളിലായതുകൊണ്ട് വ്യക്തമായിട്ട് കാണാം. അപ്പോൾ അകത്തുനിന്നുള്ള വ്യൂ ആണ് ഇനി കാണുന്നതെല്ലാം. സമയം ഇനി വളരെയധികം ഇല്ലല്ലോ. ഒരു 2-2.5 മണിക്കൂറിനപ്പുറത്തോട്ടുള്ള ടൈം ഞങ്ങൾക്ക് അതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് പുറമേ കുറച്ച് കണ്ടിട്ട് പോകാമെന്ന് കണക്കാക്കി ഉള്ള ടിക്കറ്റാണ് എടുത്തത്. ടിക്കറ്റ് എടുത്ത് പുറത്തേക്ക് വരുമ്പോൾ അവിടെ തന്നെ ഈ കാണുന്ന ഇതുപോലുള്ള കുറേ അകത്തോട്ട് സർവീസ് ചെയ്യുന്ന വാഹനങ്ങൾ. ഇതിന് റേറ്റ് കൂടുതലാണ്. ഇത് നമുക്ക് ഒരിടത്ത് നിന്ന് അടുത്ത ഡെസ്റ്റിനേഷൻ വരെ പോകാനായിട്ട് അങ്ങനെ നമുക്ക് ചൂസ് ചെയ്ത് പോകാം. ഇതാണ് ടാക്സി, എക്കോ ടാക്സി. ഇതിൽ സാധാ വണ്ടിക്ക് ഈ വണ്ടിക്ക് ഒരാൾക്ക് 10 ദിർഹവും, മറ്റേ നമ്മൾ ആദ്യം കണ്ട ഒരു വണ്ടിക്ക് കുറച്ചും കൂടെ ഭംഗിയുള്ള ഒരു ലക്ഷറി ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അതിന് ഒരാൾക്ക് 20 ദിർഹം വെച്ചാണ് വരുന്നത്. ഇതും ഞങ്ങൾ പരിചയമില്ലാതെ അറിയത്തില്ലാതെ പോയതുകൊണ്ട് ഇത് ഞങ്ങൾക്കൊരു നഷ്ടമായി. കാരണം ഇവിടെ നിന്ന് ഒരിടത്തോട്ട് പോവുക, അവിടെ നിന്ന് പിന്നെ അടുത്തടുത്തോട്ട് പോവുക, ഓരോ തവണയും മാറുന്നതനുസരിച്ച് റേറ്റ് കൂടുതലായിരുന്നു. അപ്പോൾ ടോട്ടൽ കണക്ക് കൂട്ടുമ്പോൾ ഒരു നഷ്ടം തന്നെയായിരുന്നു. അതിൽ നല്ലത് ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടിക്കറ്റ് ഉണ്ട്, അതെടുക്കുകയായിരുന്നു കുറച്ചും കൂടെ ലാഭം. എനിവേ നല്ല രസമാണ് കാഴ്ചകളൊക്കെ കണ്ടുപോകാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ലേറ്റായി വന്നതുകൊണ്ട് അത് കയറുകയും ചെയ്ത് ഇത്രയും ദൂരെ നിന്ന് വന്നതാണ്. പൊന്നിക്കാണ് വൈകിട്ട് പോവുകയും വേണം, അധികം സമയമില്ല. ഏതാനും സമയങ്ങൾക്കുള്ളിൽ പാർക്ക് അടയ്ക്കും. മൊത്തത്തിലൊരു കൺഫ്യൂഷനിൽ പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് പോയി കണ്ട് പോരാവുന്ന അത്രയും അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 2 വശങ്ങളിലും ഇപ്പം 2 വശത്തേക്കും ക്യാമറ വെച്ചെടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ഇതാണ് ഉള്ളത്. ഈ കാണുന്നതിനേക്കാളും മനോഹരമാണ് ഓപ്പോസിറ്റ് മറ്റേ സൈഡും ഉള്ളത്. എന്തായിരുന്നാലും ഞങ്ങൾ ഒരു സ്ഥലത്തെത്തി. അപ്പോൾ ഇവിടെ ഉള്ളത് ആഫ്രിക്കൻ കുറേ ആനിമൽസ്, പക്ഷികൾ, കുറേ പാമ്പ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷിയുടെ പേര് എനിക്കറിയില്ല. എനിവേ ഞങ്ങളിവിടെ വന്ന് ഇറങ്ങി. നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിനെല്ലാം. കുറേ അധികം ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് നേരെ ഒരു ഇൻഡോറിലോട്ടാണ് കയറിയത്. ഇതിനുള്ളിൽ കുറേ പാമ്പുകൾ, 8 കാലികൾ, ഉഗ്രവിഷമുള്ള, നമ്മളെന്താ പറഞ്ഞ് കേട്ട് അല്ലെ വായിച്ചൊക്കെ മാത്രം അറിവുള്ള അങ്ങനെയൊക്കെയുള്ള കുറേ 8 കാലികൾ സത്യത്തിലുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഭയങ്കര വലുതായിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള കുറേ എണ്ണത്തിനെ ഭയങ്കര സെക്യൂറായിട്ട് ചില്ലിട്ട് ആൾക്കാർക്ക് കാണാനായിട്ട് വെച്ചിരിക്കുകയാണ്. ആദ്യമേ കുറേ ഫോട്ടോസൊന്നും എടുത്തില്ല കേട്ടോ, കാരണം കുറേ മിസ്സായിപ്പോയി. ഫോട്ടോ വീഡിയോ ഒക്കെ അലോഡാണോ എന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മളൊരു സ്ഥലത്ത് പോയെന്ന നിയമങ്ങൾ കുറച്ചെങ്കിലും പാലിക്കണമല്ലോ. അപ്പോൾ ഇതൊക്കെ അലോഡാണോ എന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് എടുത്തില്ല. ശേഷമാണ് കുഴപ്പമില്ലെന്ന് അന്വേഷിച്ചറിഞ്ഞതിന് ശേഷമാണ് ഫോട്ടോസൊക്കെ എടുക്കണതും വീഡിയോ എടുക്കണതും ഒക്കെ. അപ്പോൾ മിക്ക പാമ്പുകൾ, ഈ മണൽപ്പാമ്പൊക്കെ അതൊക്കെ ആദ്യമേ മിസ്സായിപ്പോയി. മണലിനകത്ത് കിടപ്പുണ്ട്. എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കൽ തന്നെ ടാസ്ക്കാണ്. എന്തായാലും എല്ലാത്തിനും കണ്ടുപിടിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്. കുറേ അധികം എന്ന് പറഞ്ഞാൽ കുറേ അധികം ഉണ്ടായി പാമ്പുകളൊക്കെ കാണാനായിട്ട്. മിക്കതും പേടിച്ചു പോവും, അതേ രൂപത്തിലൊക്കെയാണ് കിടക്കണത്.
അങ്ങനെ അവയെല്ലാം കണ്ട് അവരോട് പാമ്പിനോടും എട്ടുകാലിയോടൊക്കെ യാത്ര പറഞ്ഞേച്ച് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. ഇത് പുറത്തിറങ്ങുമ്പോൾ തന്നെ വലിയൊരു 4 തൂണിൽ മരം പോലെ അങ്ങനെ ചെയ്ത് വെച്ചിട്ടിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനതും. അവിടുന്ന് കുറച്ച് ആനിമൽസിനെ കാണാനായിട്ട് എനിക്ക് പോകുന്നു. ഇതിനകത്തൊരു എന്താണ് എനിക്കിതിൻ്റെ പേരറിയില്ല, തലപൊക്കി നോക്കുന്നുണ്ട് അവിടുന്ന്. ഈ ഒരെണ്ണമാണ് ആ കൂട്ടിൽ കിടക്കുന്നത്. വലിയൊരു ഏരിയയിലാണ് ഇട്ടിരിക്കുന്നത്. എന്തോ പെന്നി പറയുന്നത് കേട്ടു. ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഓ എന്തോ നരിയല്ലല്ലോ, വേറെ എന്തോ ആ ഒരു ഇനത്തിൽപ്പെട്ട ഒരു മൃഗമാണ്. തലപൊക്കി നോക്കുന്നുണ്ടായി, പേടിയാകുന്നു കണ്ടിട്ട് തന്നെ. ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്ത് ആനിമൽസ് ആണ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് വലിയൊരു ഏരിയ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഇവിടെ എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്ന ടാസ്ക്കാണ് ഞാൻ ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ എന്ത് ആനിമലാണ് കിടക്കുന്നത്, എവിടെ എത്ര എണ്ണം ഉണ്ട്, അതൊന്നും ഞാൻ നോക്കിയില്ല. ഞാൻ നേരെ നോക്കുക ആ ഒരു ഏരിയയിൽ എന്ത് ആനിമൽസാണ് കിടക്കണതെന്ന് കണ്ടുപിടിക്കും. എവിടെയാണ് കിടക്കണമെന്നുള്ളത് കണ്ടുപിടിക്കും. ആ സമയത്ത് പൊന്നി നേരെ പോയി നോക്കും. അമ്മ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനാ? ഞാൻ പറഞ്ഞു അതല്ല, എന്താണ് എവിടെയാണ് കിടക്കണമെന്നൊന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഞാൻ ഏറ്റെടുക്കുന്ന ടാസ്ക് എന്നും പറഞ്ഞ് ഞാൻ ഒന്നിന് ശേഷമാണ് എന്താണ് എഴുതി വെച്ചിരിക്കണത്, എന്തിനെക്കുറിച്ച് എന്താണ് എന്നുള്ളത് ഞാൻ നോക്കിയുള്ളൂ. അങ്ങനെ ഞങ്ങൾ നടന്ന് കുറേ എന്തൊക്കെയോ ആനിമൽസുകളെ കണ്ടു. എല്ലാവരും ഭയങ്കര സെക്യൂറായിട്ട് വലിയ വിശാലമായ ഏരിയ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്ന് ആഫ്രിക്കൻ ആനയുടെ അടുത്ത്, നമ്മൾ പണ്ടൊക്കെ ജോഗ്രഫി ചാനലിലോ അങ്ങോട്ടൊക്കെ കണ്ടിട്ടുള്ള, അങ്ങനെയാണോ ചാനലിൻ്റെ പേര് ഓർക്കുന്നില്ല, ആഫ്രിക്കൻ ആന വലിയ ചെവിയൊക്കെ ആയിട്ട് ക്യാമറാമാൻ്റെ നേരെ ഓടി വരുന്ന അങ്ങനെയൊക്കെ കുറേ വീഡിയോസുകൾ കേട്ടിട്ടില്ലേ? ആ ആനയാണ് ഈ ആനയല്ല കേട്ടോ, ആ ആനയുടെ കൂട്ടത്തിൽപ്പെട്ട വർഗത്തിൽപ്പെട്ട ആന. എന്തായാലും ആഫ്രിക്കൻ ആനയെ കണ്ട്. ആന ഇപ്പുറത്തോട്ട് കിടക്കാതിരിക്കാനാണോ, ആനയുടെ ആവശ്യത്തിനുള്ള വെള്ളത്തിന് വേണ്ടിയിട്ടാണോ എന്താണെന്നറിയത്തില്ല. ഇത് ഇവിടെ നല്ലപോലെ ആഴത്തിൽ ഇങ്ങനെ താത്തിയിട്ടിട്ടുണ്ട്. ആന ഇപ്പുറത്തോട്ട് കിടക്കാതിരിക്കാനായിരിക്കാം ഒരു പക്ഷേ. എന്നിട്ട് ആനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇറങ്ങിക്കിടക്കാനായിരിക്കാം അവിടെ വലിയൊരു കുളം പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെള്ളമൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആനയെ കണ്ടേച്ച് അടുത്ത ആളെ കാണാനെത്തി. ഇതാണ് ആ ആൾ. ഒറ്റയ്ക്കല്ല കേട്ടോ കക്ഷി, കൂടെ ഒരാളും കൂടെ ഉണ്ട്. ആൾ ആ പുല്ലിൻ്റെ ഇടയിൽ കിടപ്പുണ്ട്. ചൂട് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ മടി പിടിച്ച് കിടക്കുന്നത്. ഇതിനെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഒരു കുട്ടി ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ ഇതുപോലെ മൃഗശാലയിലൊക്കെ പോകുന്നവർ, കുട്ടികൾക്ക് പേടിയാണെങ്കിൽ അവിടെ നിന്ന് പിള്ളേരെ മാറ്റുക. ദൈവത്തെ ഓർത്ത് കുട്ടികളെ പേടിപ്പിക്കരുത് ഇതിനെ കാണിച്ച്. നേരെ ഇപ്പുറത്ത് തന്നെയാണ് കേട്ടോ ആനയുള്ളത്. അതുകൊണ്ട് ആനയെ ഒന്നും കൂടെ കണ്ടയച്ച് പോകാമെന്ന് വിചാരിച്ചു. ആനയും കണ്ടു, ആനപ്പിണ്ടവും കണ്ടു. അവിടെ നിന്ന് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. കാട്ടുപന്നി. യെസ്. രണ്ടുപേര് കിടപ്പുണ്ട്. എല്ലായിടത്തും വെള്ളം നിറച്ചിട്ടിരിക്കുക കേട്ടോ. ഇവരുടെ ആവശ്യത്തിനുള്ള വെള്ളം ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വെള്ളം. പിന്നെ കൊള്ളാം, ഭയങ്കര കെയറിങ്ങാണ് കൊടുക്കുന്നത്. മമ്മിയുടെ ആൾക്കാർ പോണ പണ്ടെങ്ങോ ചെറുതായിരുന്നു. അതാ അവിടെ ഒരാള് ഊഞ്ഞാലാടി നടക്കുന്നു. പൊന്നിക്ക് പണ്ടേ കുരങ്ങന്മാരെ ഇഷ്ടമല്ല കേട്ടോ. വേറെ ഒന്നുമല്ല, കാരണം അവൾ കുഞ്ഞായിരുന്നപ്പോൾ അവളെയും കൊണ്ട് പളനിക്ക് പോയപ്പോൾ അവളുടെ കയ്യിലിരുന്ന ഫ്രൂട്ടി ഒരു കുരങ്ങ് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി കുറേ ദൂരം കൊണ്ടുവച്ച് കുടിച്ച്. അതിനുശേഷം കുരങ്ങന്മാരെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര ദേഷ്യ, ഇഷ്ടമില്ല. എന്നോ ചെറുപ്പകാലത്ത് നടന്നതാണ്. അതിൻ്റെ ദേഷ്യം അവൾക്ക് ഇപ്പോഴും മാറിയിട്ടില്ല ഇവരോട്. സിംഹത്തിന്റെ ഹൗസാണ്, പക്ഷെ സിംഹം ഉറക്കത്തിലാണ്. ചൂടായത് കാരണം റൂമിൽ കയറി കിടന്ന് ഉറങ്ങുക.
നമ്മുടെ മാടത്ത രണ്ടുപേരുണ്ട് കേട്ടോ, തല്ലു വിളിച്ചില്ല. ഏയ് സീബ്ര. ഓഫ്, അവിടെ ഒരാൾ കിടക്കണം. അതെന്താടി സാധനം? അപ്പൊ ഈ നിൽക്കുന്നതാണോ ഇളയത്? അതെന്റെ മൂത്ത മകളാണ്. അപ്പൊ ഈ നിൽക്കുന്ന ഇളയത്. അടുത്ത ഡെസിഗ്നേഷൻ. Yes, sir. What's this? This is also the African. Okay. It's okay. അവരുടെ ഒരു കൾച്ചർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായിരിക്കും ഒരു മലയും കാടും അവരുടേതായിട്ടുള്ള. അതെ ജിറാഫ്. ഈ ഒഴുകുന്ന വെള്ളമൊക്കെ എവിടെ നിന്നറിയാം? ആ ആനയുടെ തുമ്പിക്കൈന്ന. നാട്ടിൽ നിന്ന് കാണാണ്ടായ ആൾക്കാർ എങ്ങും പോയിട്ടില്ല. അത് ഇവിടെ ഉണ്ട്. ദേ പോണു. എല്ലായിടത്തും നല്ല മ്യൂസിക് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, മുകളിൽ ബോക്സാണ് വെച്ചിരിക്കുന്നത്. നല്ല ഒരു മ്യൂസിക്. കാഴ്ച കണ്ട് നടക്കുന്നവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു മ്യൂസിക്കിൻ്റെ ഒരു. ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ എന്തോ ഉണ്ട്, ആരോ ഉണ്ട്. കണ്ടുപിടിക്കട്ടെ. എഴുതി വെച്ചിട്ടുണ്ടാവും. വായിച്ച് മനസ്സിലാക്കുന്നതിലും നല്ലത് അവരെ കണ്ടുപിടിക്കണമല്ലേ ടാസ്ക്. നോക്കട്ടെ. യെസ്, ഫൈനലി കണ്ടുപിടിച്ച്. പുലി കണ്ടോടി? പുലിനെ കണ്ട? ഇതാണ്ടേ രണ്ടെണ്ണം കിടക്കണം അവിടെ ആ വണ്ടിയുടെ മറയത്ത്. കണ്ട? ആ ഇതാണല്ലേ ഹൈ സെക്യൂർ ആയിട്ടുള്ള വണ്ടി. ഇതിനകത്തൂടെയുള്ള. ഓ അത് കൊള്ളാം കേട്ടോ. ഈ വണ്ടിക്കകത്ത് ഈ വണ്ടിയിൽ കയറിയിട്ട് അകത്തുകൂടി നടന്ന് കാണാൻ പറ്റും. എവിടെ 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 ഇതേ കിടക്കുന്നു രണ്ടുപേരും. കപ്പിളായിട്ട് നടക്കുമല്ലോ. അങ്ങനെ അന്ത സൈഡ് കണ്ടോ? ഹിപ്പോപ്പൊട്ടാമസ്. കശീനിതാ വെള്ളത്തിൽ കെട്ടി. ആ അതേടി കരയ്ക്ക് കയറുവാടി. കരയ്ക്ക് അതിന്റെ വെള്ളാണ്. കൊള്ളാം, നല്ലൊരു എൻട്രൻസ്. എന്തൊക്കെയോ ഉണ്ട് ഇവിടെ. നോക്കട്ടെ. ഇറങ്ങി തപ്പുമ്പോ ഉണ്ടോ വരുത്തിയതാ. എന്താ നോക്കുന്നതിന്? ഡ്രിങ്ക്സാ? തണുത്താണോ? തണുപ്പുണ്ടല്ലോ അല്ലേ? ഐസ്ക്രീം ആക്കിയാലോ? ഐസ്ക്രീം കഴിക്കാൻ മാത്രം പല്ലിന് കപ്പാസിറ്റി ഇല്ല. നമ്മുടെ നാട്ടിൽ കാണാറില്ല, അമ്പലത്തിലൊക്കെ ഉണ്ടാവില്ലേ? ആ ഇവിടെ ഞാനിങ്ങും കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ദുബായിൽ വന്നിട്ട്. ഇതിവിടെ
ബാക്കി എല്ലാ ചെടികളും എല്ലാം ഓൾമോസ്റ്റ് മിക്കതും തന്നെ കണ്ടിട്ടുണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഇത് ഒരു വലിയ ചെടി കേട്ടോ, ഇത് കൊള്ളാം. പിച്ചക്കാരി വിളിക്കുമാര് ക്യാമറ കാണിച്ച അപ്പം നല്ല കുട്ടിയാവേ. ക്യാമറ ഇങ്ങോട്ട് തിരിച്ചാൽ രണ്ടുപേര് കുളി കഴിഞ്ഞ് മേല് പൊട്ടേക്കും. അതിവിശാലമായ സെറ്റപ്പ് ആട്ടോ വെച്ചിരിക്കുന്നത്. അല്ലേ, രണ്ടുപേരേ ഉള്ളത്, ഇന്നലെ ഇല്ല. കൊള്ളാം. എടി അതിലൂടെ വന്ന് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ, ഗ്ലാസ് ഇട്ടേക്കുന്നുണ്ടോ, നമ്മൾ അപ്പുറത്ത് കണ്ട മാതിരി. ആൾക്കാർക്ക് വന്ന് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓൾമോസ്റ്റ് സമയം കഴിയാറായി, മണി 5 ഇനിയിപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് പോകണം. ഒരുപാട് സ്ഥലം കാണാനുണ്ട്, പക്ഷെ അതിനൊന്നിനുള്ളൊരു സമയമില്ല. വന്നതേ ലേറ്റായിപ്പോയി. നല്ല ഭംഗിയുണ്ട്. കരിങ്കല്ലിലൊക്കെ തീർക്കുന്ന, കരിങ്കല്ലിലൊന്നും അല്ല, പക്ഷെ നല്ല രസമല്ലേ ഈ ഒരു ഫൈനലി എക്സിറ്റ്. ഒരുപാട് കാണാനുണ്ട്, പക്ഷെ അല്ല ഒരുപാട് കാണാനുണ്ട്, ഇനി സമയമില്ല. പോകുന്ന വഴിക്കുള്ള വ്യൂ കാണാം. ഇവിടുത്തെ വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങണം. കാരണം ഇവിടെ നാളെ ഡ്യൂട്ടി ഉള്ളതാണ്. അപ്പോൾ ഇന്ന് രാത്രി തന്നെ അബുദാബിയിൽ എത്തണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയെങ്കിലേ ശരിയാവുള്ളൂ. ഇതിനാകുമ്പോഴേ അതിൽ വരുമ്പോൾ കാണാം ഉള്ളിൽ കുറേ ആനിമൽസും പിന്നെ സഞ്ചാരികൾക്കുള്ള വാഹനമൊക്കെ കിടക്കുന്നുണ്ട്. എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല. എന്തായാലും പോകാനുള്ള തിരക്കുകൊണ്ട് അത് പിന്നെ എന്നേലും പോകുമ്പോൾ കാണാമെന്ന് വിചാരിച്ചു. അതിനകത്തൊക്കെ എന്തൊക്കെയോ ആനിമൽസ് ഉണ്ട്. ഈ സൈഡ് വഴി പോയി കാണാൻ പറ്റുമായിരിക്കും. അതിനകത്ത് എന്തൊക്കെയോ ആനിമൽസ് ഉണ്ട്. അങ്ങനെ ഇതേ എക്സിറ്റിലേക്ക് എത്താറായി. ഈ പോകുന്ന വാഹനത്തിൽ മൊത്തം എല്ലായിടും കറങ്ങി എല്ലാം കാണാൻ പറ്റും. 100 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഞങ്ങൾ സമയം കുറവായതുകൊണ്ട് അത്രയും കാണാൻ പറ്റില്ലല്ലോ, സമയമില്ലല്ലോ നടക്കാക്കിയാണ് ഈ ടിക്കറ്റ് എടുക്കാഞ്ഞത്. പക്ഷേ വൻ നഷ്ടമായിപ്പോയി. ഞങ്ങളുടെ ഡിസിഷൻ ഭയങ്കര പരാജയമായിപ്പോയി. എന്തായാലും ഇനി എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങണം. അവിടെ നിന്ന് വീടെത്താൻ ശ്രമിക്കണം. എന്തായാലും ഇവിടുത്തെ ഗാർഡനിങ് ഒരു രക്ഷയില്ലാത്ത ഗാർഡനിങ് ആണ്. അത്രയ്ക്ക് മനോഹരമായിട്ട് ഒരുപാട് ഏരിയയിലോട്ടൊക്കെ ഉണ്ട്. അതൊന്നും കണ്ടേയില്ല. ജസ്റ്റ് നമുക്ക് മുകളിൽ കൂടെ ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോഴൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് എക്സിറ്റ്. അപ്പോൾ നമ്മൾ എക്സിറ്റ് കടക്കാനായിട്ട് ഉള്ളിൽ കയറുമ്പോൾ ഉണ്ട് ഇതുപോലെയൊക്കെ കുറേ ആനിമൽസിൻ്റെ അല്ല കുറേ ടോയ്സ് കാര്യങ്ങളൊക്കെ അവിടെ സെയിലിനായിട്ട് വെച്ചിട്ടുണ്ട്. എക്സിറ്റിൽ തന്നെ ടാക്സി ഉണ്ട്. തൊട്ടപ്പുറത്തൊരു ബസ്സിന് കിടപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ആ ബസ്സിന് കയറി വേഗം തന്നെ തിരികെ ബസ്സുണ്ട്. ആദ്യം ബസ്സിലും പിന്നെ ടാക്സിയിലുമായിട്ട് ഞങ്ങൾ തിരികെ എത്തി. എൻ്റെ റൂമിലോട്ട് വരാനുള്ള സമയമില്ലാത്തതുകൊണ്ട് തന്നെ ആ വഴി തന്നെ പൊഞ്ഞി പോയേക്കാൻ തീരുമാനിച്ചപ്പം ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾ അടുത്തുള്ളൊരു മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡിനൊക്കെ ഓർഡർ ചെയ്ത് വെച്ച് ഓരോ കട്ടൻ ചായയും കുടിച്ചിരിക്കണം. നല്ല തലവേദനയായിരുന്നു. ഇത്രയൊക്കെ കറങ്ങി നടന്നതിൻ്റെ കുറേ നടന്നല്ലോ. അപ്പോൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആ സമയത്ത് അവരെ ടേബിളിൽ വിരിച്ചിരുന്നതിൽ ഇവരുടെ ബ്രാഞ്ചസ് ഒക്കെ നോക്കിക്കൊണ്ട് പഠിക്കുകയാണ്. എൻ്റെ ഇടയ്ക്ക് സൂപ്പ് വന്നു. അടിപൊളി സൂപ്പായിരുന്നു. അങ്ങനെ വന്നു ഭയങ്കര എരിവ്. സൂപ്പ് കുടിച്ചു. നല്ല ഇരുപടി. വെയിറ്റിംഗ് ഫോർ ഫുഡ്.
ഇത് ചൂടുണ്ടായേ സൈഡിൽ തോന്നുന്നുണ്ടോ നിങ്ങൾ? ഇത് ഈ തവയ്ക്കാണ്. ഇത് ചൂടുണ്ട് കേട്ടോ, ഇരുമ്പാ അത്. താങ്ക് യു താങ്ക് യു. എടുക്കട്ടെ. എൻ്റെ ജ്യൂസ് ഉണ്ട്, എല്ലാം അവിടെ ഇരിക്കുക. എൻ്റെ ജ്യൂസോ കുഴപ്പമില്ല. ചാർജറുണ്ട്. ചാർജറാ എവിടെ ഉണ്ട്? ഇതിനകത്തിനാണ് ചാർജർ കൊണ്ട് നടക്കുന്നത്. അല്ല, ഞാനത് അവിടെ ആയിരിക്കും അവിടെ വിളിച്ചത്. അപ്പോൾ ഇനി ഇരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. പിന്നെ മെട്രോയ്ക്ക് കയറിപ്പോയി. ഞാനിതാ തിരിച്ചെൻ്റെ റൂമിലേക്കും പോകുന്നു.